പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം. 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനുള്ള കരട് പദ്ധതിക്ക് മന്ത്രിസഭ അനുമതി നൽകി. 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയുള്ള വീടുകളാണ് നിർമ്മിക്കുക. ടൗൺഷിപ്പുകളുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കലും നിർമ്മാണ മേൽനോട്ടം കിഫ്കോണും നിർവഹിക്കും. 750 കോടി രൂപയാണ് പുനരധിവാസത്തിന് പ്രതീക്ഷിക്കുന്ന ചിലവ്. വാർത്താ സമ്മേളനത്തിൽ രൂപരേഖ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. സഹായങ്ങൾ ഏകോപിപ്പിക്കും. പുനരധിവാസത്തിനായി നിർണായക തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി. നെടുമ്പാല ടൗൺഷിപ്പിൽ 10 സെന്റ് സ്ഥലവും എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെന്റ് സ്ഥലം വീതവും കണക്കാക്കി. 1084 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് സർവേ പൂർത്തിയാക്കിയത്. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലെത്തി. ആർലേക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കാലത്ത് 10:30 രാജ്ഭവനിൽ വെച്ച് നടക്കും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സർക്കാരുമായി തർക്കത്തിനില്ല, സർക്കാരിനെ നിർദ്ദേശിക്കലല്ല സഹായിക്കലാണ് തന്റെ ഉദ്ദേശമെന്ന് നിയുക്ത ഗവർണർ വ്യക്തമാക്കി. കണ്ണൂരിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ഒരു വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. 18 പേരോളം ഉണ്ടായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ വളക്കയിൽ ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് അപകടമുണ്ടായത്. ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ പെൺകുട്ടി മരണപ്പെടുകയായിരുന്നു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ മുതിർന്ന CPIM നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തതും കൊടിസുനിക്ക് പരോൾ നൽകിയതും ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്ഷണിച്ചാൽ പോകുന്നത് സാമാന്യ മര്യാദയുടെ ഭാഗമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. BJP പ്രവർത്തകൻ നിഖിലിനെ കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലാണ് CPIM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തത്. കലൂരിലെ നൃത്തപരിപാടിയിലെ പണപ്പിരിവിൽ കേസെടുത്ത് പോലീസ്. ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തും പ്രതിപ്പട്ടികയിൽ. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിലെ പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തായ പൂർണിമ എന്ന യുവതിയാണ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മൃദംഗ വിഷന്റെ MD ആയ നികോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ വഹീം, നികോഷ് കുമാറിന്റെ ഭാര്യ എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കും. പുടിനും റഷ്യൻ ജനതയ്ക്കും പുതുവത്സരാശംസകൾ നേർന്ന് കിം ജോങ് ഉൻ. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും കിം ജോങ് ഉൻ അറിയിച്ചു. ജൂണിൽ നടന്ന ഉച്ചകോടിയിൽ സായുധ ആക്രമണം ഉണ്ടായാൽ പരസ്പരം സഹായിക്കാൻ ധാരണയുള്ള പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ നേരത്തെ കിമ്മും പുടിനും ഒപ്പുവെച്ചിരുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇടപെടലുകൾക്ക് പരിമിതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ യാതൊരു നയതന്ത്ര നീക്കവും ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കാൻ യമൻ പ്രസിഡന്റിന് അനുമതി നേരത്തെ ലഭിച്ചിരുന്നു. ഡ്രസ്സിംഗ് റൂം വിവാദത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുൻ ക്രിക്കറ്റ് താരങ്ങളായ ഇർഫാൻ പത്താനും ശ്രീവത്സ് ഗോസ്വാമിയും. ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റ് തോൽവിക്ക് ശേഷം കോച്ച് ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ നടത്തിയ രൂക്ഷമായ പരാമർശങ്ങൾ പുറത്തായതിനെ തുടർന്നാണ് ഇരുവരും വിമർശനവുമായി രംഗത്ത് വന്നത്. ഡ്രസ്സിംഗ് റൂം സംഭാഷണങ്ങൾക്ക് അതിൻ്റെതായ രഹസ്യ സ്വഭാവമുണ്ടെന്നും അത് അവിടെ തന്നെ തീർക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം.